ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ പ്രത്യേകിച്ചൊരു മാറ്റമില്ലാണ്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ ഷിഫ്റ്റിന് ഇറങ്ങി. പ്രത്യേകിച്ചൊരു മാറ്റമില്ലാണ്ട് നീ ഉദ്ദേശിച്ചത് കോർപ്പറേറ്റ് ലൈഫ് അങ്ങനെയാണ്. എനിക്ക് ചെറിയ രീതിക്ക് മടുത്ത് തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഓഫീസിലെത്തി അവിടെ തീർക്കാനുള്ള പണികളൊക്കെ തീർത്തതിന് ശേഷം ഞാനൊന്ന് പുറത്തിറങ്ങി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ഡെയിലി വ്ലോഗ് എന്ന് പറഞ്ഞ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് എന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നേരെ വിട്ടു ഞങ്ങൾ സ്ഥിരം പോകുന്ന പള്ളിയിലേക്ക്. നല്ല രീതിക്കുള്ള ഫുഡായിരുന്നു, വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. എന്നിട്ട് നിസ്കരിച്ചിട്ട് നേരെ ഞങ്ങൾ ഷിഫ്റ്റിന് നിന്നുള്ള ഓഫീസിലേക്ക് തന്നെ വിട്ടു. അവിടുന്ന് ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡ് ആയി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് അറിയാലോ അതിലങ്ങോട്ട് ബിസിയായി. അങ്ങനെ അവിടെയും ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തതിനു ശേഷം കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ എന്നും സ്ഥിരം പോകുന്ന പോലെ തന്നെ ജിമ്മിന് വിട്ടു. ഓൾവേസ് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നാണ് ഞാൻ അവിടെ വെള്ളക്കുപ്പി കാണിച്ചാണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊളസ്ട്രോൾ ഷുഗർ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർക്ക് ഒരു ഡൗട്ട്, ഈ ഒരു പ്രായത്തിൽ ഇത്രയും ആരും പേടിക്കണ്ട, ഈ ഒരു കാലഘട്ടത്തിൽ ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ഇന്നെ സമാധാനിപ്പിച്ചു. എങ്ങനെ ഇല്ലാണ്ടിക്കും, ആഴ്ചയിൽ 7 ദിവസം ലൈലായാലും 5-6 ദിവസം പുറത്തുനിന്ന് മന്തിയല്ല കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് നോമ്പ് തുറന്നപ്പോ ഞാൻ കഴിച്ചിട്ടുള്ള ബിരിയാണിയാണ് മക്കളെ ആ ഒരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വേർത്ത്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ കഴിച്ചോളി, ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു ലിമിറ്റ് വെക്കണം. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വർക്കൗട്ട് പറ്റാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒരു ബോഡി ചെക്കപ്പ് അങ്ങോട്ട് എടുത്തോക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തെല്ലാം കുറവുണ്ട് എന്തെല്ലാം കൂടുതലുണ്ട്. അപ്പൊ ഒരു സമാധാനമാവുമല്ലോ. ഞാൻ പിന്നെ അത്രക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നല്ല നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. എന്റെ അടുത്ത് മിസ്റ്റേക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഡെയിലി ജിമ്മിൽ പോകുന്നതുകൊണ്ടും ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് എന്റേതായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഇടണമെന്നും ഡെയിലി ജിമ്മിൽ പോകണമെന്നും ഞാൻ പറഞ്ഞ എന്റെ മൈൻഡിനെ സെറ്റ് ആക്കണമെന്നാണ് എനിക്ക് നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം നല്ല രീതിക്ക് പ്രൊഡക്റ്റീവ് ആക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ അറിയാവുന്ന പോലത്തിൽ കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ താഴെ ഇറങ്ങി. ഇനി ചെയ്ത് പെർഫെക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാവും. സോ എന്തായാലും ഇത്രയൊക്കെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. നല്ലൊരു വീഡിയോ എത്തുന്നവരെ